യോഹന്നാൻ സ്നാപകന്റെ ജനനം. എലിസബത്ത് ഒരു പുത്രനെ പ്രസവിച്ചു. യഹൂദ ആചാരപ്രകാരം 8-ാം ദിവസം പൈതലിനെ പരിച്ഛേദന ചെയ്യിക്കാൻ യെരുശലേം ദേവാലയത്തിൽ കൊണ്ടുചെന്നു. അവന് യോഹന്നാൻ എന്നു പേരിടണമെന്ന് എലിസബത്ത് പറഞ്ഞു. എന്നാൽ സക്കറിയായുടെയോ എലിസബത്തിൻ്റെയോ ബന്ധുക്കളായി ആരും തന്നെ യോഹന്നാൻ എന്ന പേരുകാരില്ലാത്തതിനാൽ ആചാര്യന്മാർ അതിനോട് അനുകൂലിച്ചില്ല. ഇക്കാര്യത്തിൽ കുഞ്ഞിൻ്റെ പിതാവായ സക്കറിയായുടെ അഭിപ്രായം ആരാഞ്ഞു. സക്കറിയ ആംഗ്യത്തിലൂടെ ആവശ്യപ്പെട്ടതനുസരിച്ച് ഒരു എഴുത്തുപലക കൊണ്ടുവന്നു. ആ പലകമേൽ പൈതലിൻ്റെ പേര് യോഹന്നാൻ എന്ന് സക്കറിയ പുരോഹിതൻ എഴുതി കാണിച്ചു. അങ്ങനെ കുട്ടിക്ക് യോഹന്നാൻ എന്ന നാമകരണം ലഭിച്ചു. അതുവരെ ഊമനായിരുന്ന സക്കറിയ ഉടൻ തന്നെ സംസാരിക്കുകയും നാവുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു. ഈ വാർത്ത യഹൂദിയിൽ എല്ലായിടത്തും പരന്നു. പൈതൽ വളർന്നു, ആത്മാവിൽ ബലപ്പെട്ടു. അവൻ ഇസ്രായേലിനെ സ്വയം വെളിപ്പെടുത്തുന്നതുവരെ മരുഭൂമിയിൽ സന്യാസ ജീവിതം അനുഷ്ഠിച്ചു. ഈ കുട്ടിയാണ് പിന്നീട് യേശുവിൻ്റെ മുന്നോടിയായി വരികയും യേശുവിനെ യോർദാനിൽ സ്നാനപ്പെടുത്തുകയും ചെയ്ത യോഹന്നാൻ സ്നാപകൻ. എലിസബത്തിൻ്റെ ഭവനത്തിൽ നിന്ന് മടങ്ങി വന്നതു മുതൽ മറിയാമിനുണ്ടായ മാറ്റം യോസേപ്പ് ശ്രദ്ധിച്ചു തുടങ്ങി. ദിവസങ്ങൾ പിന്നിടുന്തോറും അവളിലുള്ള ഗർഭലക്ഷണം കൂടുതൽ പ്രകടമായിക്കൊണ്ടിരുന്നു. തൻ്റെ സംരക്ഷണയിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന മറിയാമിൻ്റെ ഈ സ്ഥിതിയിൽ യോസേപ്പ് ഉത്കണ്ഠാകുലനായി. നീതിമാനായ യോസേപ്പിൻ്റെ മനസ്സ് പിടഞ്ഞു. അയാൾ അത്യന്തം അസ്വസ്ഥനും ദുഃഖിതനും സംശയാലുവുമായി കാണപ്പെട്ടു. എൻ്റെ ദൈവമേ, ഞാൻ ഈ പെൺകുട്ടിയെക്കുറിച്ച് എന്തു പറയേണ്ടു? ആചാര്യന്മാരും ജനങ്ങളും എന്നോട് ആവശ്യപ്പെട്ടതുപോലെ ഇവളെ കാത്തു സൂക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ. ആദാം ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരുന്ന സന്ദർഭത്തിൽ സാത്താൻ സർപ്പമായി വന്ന് ഹവ്വായെ വഞ്ചിച്ചതുപോലെ ഇവൾക്കും സംഭവിച്ചുവോ? ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് യോസേപ്പ് സ്വയം മുഖത്തടിച്ചും നിലത്ത് വീണും കരഞ്ഞ് വിലപിച്ചു. മറിയാമേ, സദാ ദൈവീക ചിന്തയിൽ മാത്രം കഴിഞ്ഞിരുന്ന നീ ഈ ചെയ്തതെന്ത്? എന്തിന് ഈ തെറ്റ് ചെയ്തു? ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ വളർന്നവളായിട്ടും നീ ദൈവത്തെ മറന്ന് നിന്നെ തന്നെ മലിനപ്പെടുത്തിയല്ലോ. നീതിമാനായ യജമാനനെ, ദൈവമായ കർത്താവാണെ, ഞാൻ വെടിപ്പുള്ളവളാകുന്നു. എന്നെ ഒരു പുരുഷനും ഇന്നേ വരെ സ്പർശിച്ചിട്ടില്ല. മറിയാം നിസ്സഹായയായി മറുപടി പറഞ്ഞു. യോസേപ്പിൻ്റെ ദൈന്യ അവസ്ഥയിൽ അത്യന്തം ദുഃഖവും നിരാശയും തോന്നിയെങ്കിലും ഈ രഹസ്യം ദൈവം യോസേപ്പിനെ യഥാസമയം വെളിപ്പെടുത്തി കൊടുക്കുന്നതുവരെ തൻ്റെ ഉള്ളിൽ സൂക്ഷിക്കുവാൻ അവൾ നിശ്ചയിച്ചു. മറിയാമിൻ്റെ കാര്യത്തിൽ എന്ത് നിലപാടാണ് എടുക്കേണ്ടതെന്നതിനെപ്പറ്റി യോസേഫ് ഏകനായിരുന്ന് ഗാഢമായി ചിന്തിച്ചു. ഉത്തമനും ന്യായപ്രമാണ ധർമാനുഷ്ഠാനങ്ങൾ പരിപാലിക്കുന്നതിൽ വീഴ്ച വരുത്താത്തവനുമായ യോസേപ്പ് മറിയാമിനെ ഈ അവസ്ഥയിൽ തന്നോടൊപ്പം താമസിപ്പിക്കുന്നത് ന്യായീകരിക്കാനാവാത്ത തെറ്റാണെന്ന് മനസ്സിലാക്കി. ഞാൻ ഇവളുടെ കുറ്റം മറച്ചു വയ്ക്കുന്നത് മഹാപാപമാണ്. അതുമൂലം ഞാൻ കർത്താവിൻ്റെ ന്യായപ്രമാണത്തിന് വിരോധിയായിത്തീരും. ലോകം എന്നെ തെറ്റിദ്ധരിക്കും. വിവാഹം കഴിക്കാത്ത കന്യകയെ ഈ വിധത്തിൽ വഴിതെറ്റിച്ചവൻ എന്ന് പറഞ്ഞ് ആചാര്യന്മാരും ജനങ്ങളും എന്നെ പഴിക്കുകയും പരിഹസിക്കുകയും ചെയ്യും. സമൂഹം എന്നെ ഒറ്റപ്പെടുത്തും. ഈ സാഹചര്യത്തിൽ എൻ്റെ നിരപരാധിത്വം ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി വ്യഭിചാര കുറ്റം ആരോപിച്ച് ഇവളെ പരസ്യമായി ഉപേക്ഷിക്കുകയാണ് ഉചിതം. അങ്ങനെ ചെയ്യുന്ന പക്ഷം ന്യായപ്രമാണ പ്രകാരം അവളെ ജനം കല്ലെറിഞ്ഞു കൊല്ലും. തെറ്റുകാരിയാണെന്ന് കരുതിയാൽ പോലും നിരാധാരയായ ആ സാധു പെൺകുട്ടിയെ ലോകാപവാദത്തിന് വിധേയയാക്കുന്നതും കല്ലെറിഞ്ഞു കൊല്ലുന്നതിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നതും ക്രൂരമാണെന്ന് യോസേപ്പിൻ്റെ മനസ്സ് മന്ത്രിച്ചു. മറിയാമിൻ്റെ നിഷ്കളങ്കമായ പെരുമാറ്റവും കാപട്യമില്ലാത്ത വാക്കുകളും ശ്രദ്ധിക്കുമ്പോൾ അവൾ തെറ്റുകാരിയാണെന്ന് തീർത്തു പറയാനും സാധിക്കുന്നില്ല. ഏതാനും മാസങ്ങൾക്ക് മുൻപ് എലിസബത്തിൻ്റെ ഗർഭധാരണത്തെ പറ്റിയുള്ള ദൈവവചനം അവിശ്വസിച്ചതുപോലെ സക്കറിയ പുരോഹിതനുണ്ടായ ശിഷ്യയെപ്പറ്റി യോസേപ്പ് ഓർത്തു. അപ്രകാരം എന്തെങ്കിലും അത്ഭുതമാണ് മറിയാമിൻ്റെ ഗർഭധാരണത്തിന് പിന്നിലെങ്കിൽ അവളെ പീഡിപ്പിക്കുന്നത് മൂലം താൻ ദൈവമുമ്പാകെ ശിക്ഷാർഹനായി തീരും. ഇവൾ നിരപരാധിയാണെങ്കിൽ
താൻ കുറ്റമില്ലാത്ത രക്തത്തെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തതായും വരും. അന്ന് രാവേറെ ചെന്നിട്ടും യൗസേപ്പിനെ ഉറങ്ങാൻ കഴിഞ്ഞില്ല. കർക്കശങ്ങളും വിഭിന്നങ്ങളുമായ ചിന്തകളുടെ അലകൾ അയാളുടെ ഹൃദയസാഗരത്തെ ഇളക്കി മറിച്ചു. എത്രയും വേഗം എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തേ പറ്റൂ. എന്താണ് തീരുമാനിക്കേണ്ടതെന്നറിയാതെ മനസ്സാകെ അസ്വസ്ഥമായി. തനിക്കും മറിയാമിനും ദോഷമുണ്ടാകാത്ത വിധം യുക്തമായ ഒരു തീരുമാനം കൈക്കൊള്ളണം. അതിനവളെ രഹസ്യമായി ഉപേക്ഷിക്കുക ഒന്നു മാത്രമാണ് കരണീയം. യൗസേപ്പ് നിശ്ചയിച്ചു. അപ്പോഴും അവളോടുള്ള സ്നേഹവും വാത്സല്യവും സഹതാപവും ആ നല്ല മനുഷ്യന്റെ മനസ്സിൽ നിറഞ്ഞു നിന്നു. നീതിപൂർവമായ ഒരു തീരുമാനമെടുക്കാൻ സഹായിക്കണമെന്ന് യൗസേപ്പ് ദൈവം മുമ്പാകെ പ്രാർത്ഥിച്ചു. രാത്രിയുടെ അന്ത്യയാമത്തിൽ യൗസേപ്പ് നിദ്രയിലേക്ക് മെല്ലെ വഴുതി വീണു. ഉറക്കത്തിൽ കർത്താവിന്റെ ദൂതൻ യൗസേപ്പിന് പ്രത്യക്ഷപ്പെട്ടു. യൗസേപ്പേ, നീ മറിയാമിനെ കുറിച്ച് ഭയപ്പെടേണ്ട. അവളുടെ കന്യകാത്വത്തെക്കുറിച്ച് സംശയിക്കുകയോ അവളെ ചേർത്തുകൊള്ളുവാൻ മടിക്കുകയോ വേണ്ട. അവളുടെ ഗർഭം പരിശുദ്ധാത്മാവിൽ നിന്നാകുന്നു. കന്യകയായിരുന്നതുകൊണ്ട് അവൾ ഒരു പുത്രനെ പ്രസവിക്കും. അവൻ ദൈവപുത്രനാകുന്നു. അവൻ ലോകത്തിന്റെ പാപത്തിൽ നിന്ന് രക്ഷിക്കും എന്നതിന് രക്ഷിതാവ് എന്നർത്ഥമുള്ള യേശു എന്ന് അവനെ പേർ വിളിക്കണം. ദൈവദൂതന്റെ വാക്കുകേട്ട് യൗസേപ്പ് നിദ്ര വിട്ടുണർന്നു. അവൻ വേഗം എണീറ്റ് മറിയാമിന്റെ അടുക്കൽ ചെന്ന് തനിക്ക് ലഭിച്ച ദർശനത്തെ പറ്റി അവളോട് പറഞ്ഞു. അവളെ സംശയിച്ചതിലും ദുഃഖിച്ചതിലും സങ്കടപ്പെട്ട് അവളെ ആശ്വസിപ്പിച്ചു. അവളുടെ കന്യകാത്വത്തെ കൃപയോടെ കാത്തു സൂക്ഷിച്ച ദൈവത്തെ മഹത്വപ്പെടുത്തി. എല്ലാ സംശയങ്ങളും നീങ്ങിയ സാഹചര്യത്തിൽ കൂടുതൽ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി മറിയാമിനെ തൻ്റെ സംരക്ഷണയിൽ ചേർത്തു. ഗബ്രിയേൽ മാലാഹ മുഖാന്തരം ദൈവം തനിക്ക് നൽകിയ മഹാഭാഗ്യത്തെപ്പറ്റി മറിയാം യൗസേപ്പിനെ അറിയിച്ചു. ലോകരക്ഷകന്റെ വളർത്തച്ഛൻ എന്ന മഹോന്നത പദവി തനിക്ക് നൽകിയ ദൈവത്തിന് യൗസേപ്പ് നന്ദി പറഞ്ഞു.